തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ പറയുന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഏതെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ ആ വാർത്തകൾ കേൾക്കുന്ന ഭാഗം നമ്മൾ ആ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കേൾക്കുമ്പോ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോകം മൊത്തം ഏറ്റെടുക്കുന്ന ഒരു വാർത്ത എന്താണെന്നറിയോ? മദ്രസ അധ്യാപകർ പീഡിപ്പിക്കുന്നു. മദ്രസ അധ്യാപകരുടെ പീഡനം. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാം. മദ്രസയിൽ വെച്ച് എന്നല്ല, മൈതാനത്തിൽ വെച്ചല്ല, ലോകത്ത് എവിടെ വെച്ചും ഇതുപോലുള്ള തോന്നിയാസം കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ തന്നെ വേണം. അതിവിടെ നിയമത്തിന് ചില വഴികളുണ്ട്. നിയമത്തിന് വിധേയരാകാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ നിയമത്തിന് വിധേയരായി നമ്മൾ ചെയ്യാൻ. മദ്രസ അധ്യാപകരുടെ പീഡനം, മദ്രസയിലെ പീഡനം ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളവുമാകും, തെറ്റിന് കൂട്ടുനിൽക്കലാവും, തിന്മയ്ക്ക് കൊടപിടിക്കലാവും. അതുകൊണ്ട് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. ഞാൻ വളരെ ശക്തമായ നിലയിൽ പറയുകയാണ്, അങ്ങനെ മദ്രസയിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്ന ആ പ്രിയപ്പെട്ട മക്കളെ വളരെ മോശമായ നിലയിൽ, സഭ്യതയില്ലാത്ത നിലയിൽ അശ്ലീല ചുവയുള്ള വാചകങ്ങൾ ചേർക്കുകയും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവനെ മേലിൽ ഈ വേഷം ധരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ, ശക്തമായ നിലയിൽ സമൂഹം കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതിൽ യാതൊരു സംശയവുമില്ല. അവന് യോഗ്യതയില്ല ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ. അവന് മദ്രസ അധ്യാപകനാകാനുള്ള ക്വാളിറ്റി ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടിയെ അടിച്ചാൽ, ഇന്നിപ്പോ ഒരു ഉസ്താദിനെ പാട്ടി കുഴപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ പൊന്നി ഇമാമിയങ്ങളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ഇമാമിയങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മദ്രസാധ്യാപകർ, എന്റെ പ്രിയപ്പെട്ട ഉലമാക്കളോട് പറയാനുള്ളത്, ഒരു മഹല്ലത്തിന് നമ്മളെ വേണ്ടാന്ന് കണ്ടാൽ അള്ളാഹുവിനെ കരുതി പൊട്ടെന്ന് പോയേക്കണം. തൂങ്ങി നിൽക്കരുത്. ഇമാമിനെ ഏതെങ്കിലും ഇമാമിന്റെ ഓതൽ ഇപ്പൊ അത്ര ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പൊന്നുമോനെ, നീ വേറെ പള്ളി നോക്കെന്നാണ്. ഉസ്താദെ, പ്രസംഗം അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? ഉസ്താദ് വേറെ പള്ളി നോക്കണം എന്നാണ്. മുഅദ്ദിന്റെ ബാങ്കിന് ഇപ്പൊ ശൈലി പോരല്ലോ എന്ന് കമ്മിറ്റിക്കാരോ നാട്ടുകാരോ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അടുത്ത പള്ളി നോക്കിക്കോളൂ എന്നാണ്. ഇല്ല, ഞാൻ ശൈലി മാറ്റിക്കോളാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നന്നാക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത് കൊണ്ടുവരുന്നത് വേറെ ചില കാര്യങ്ങളായിരിക്കും. ഒരാളോട് വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്റെ മോനെ അവിടെ നുള്ളി, ഇവിടെ പിച്ചി, അവിടെ അടിച്ചു, പുറത്ത് കാണിക്കാൻ പറ്റൂല, അവിടത്തെ സ്ഥലത്ത് അടിച്ചത്, അല്ലെങ്കിൽ അവിടെ പിടിച്ചു, ഇവിടെ തലോടി, അവിടെ അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരൊറ്റ കോൾ ചെയ്താൽ മതി. മുസ്ലിയാര് 13 വർഷം അകത്താ. നിങ്ങൾക്കറിയോ എത്ര മഹല്ലുകളിലാണ് പോക്സോ കേസിൽ അകത്തായ ആ പള്ളിയിലെ ഇമാമിനെ, മദ്രസാധ്യാപകനെ അതേ മഹല്ല് നിവാസികൾ പണം പിരിച്ചിട്ട് അവസാനം പച്ചക്കള്ളമായിരുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ ആ പള്ളിയിലെ ഇമാമിനെ അവിടത്തെ മഹല്ല് വാസികൾ പണം പിരിച്ചിട്ട് കേസ് നടത്തിയിട്ട് അവിടെ നിന്ന് റിലീസ് ചെയ്ത് നേരെ പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിക്കകത്ത് ആദരവ് കൊടുത്തത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ കണ്ടില്ലേ? ഒരാളോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? മദ്രസയിൽ അയാൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. അതിന് പ്രധാനമായിട്ട് കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാര്, ഒരു മഹല്ലത്തിൽ നമ്മളെ താല്പര്യമില്ലാന്ന് കണ്ടാൽ അള്ളാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്, അള്ളാഹുവാണ് വായ കീറിയത്. സുബ്ഹാന സജദ വജ്ഹില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു. നമ്മുടെ കാതും കണ്ണും വായും ഒക്കെ കീറിയത് അല്ലാഹുവാ. അവനാണ് റസ്സാഖ്, അവനാണ് റാസിഖ്, അവനാണ് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഭക്ഷിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു വരുമാന മാർഗമായിട്ടല്ല ഇത് കാണുന്നത്. ദീനിന്റെ പ്രബോധനമാണ്. സമ്പന്നരായ ആളുകൾ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി നമുക്ക് തരുന്ന ഹദിയയാണ്. എന്റെ പള്ളിയിൽ ഞാൻ ചെന്നിട്ട് എന്റെ ശമ്പളം കൂട്ട്, ഇങ്ങോട്ട് ശമ്പളം എന്താ എന്ന് പറയില്ല. കാരണം എന്താ? ഞാൻ ചെയ്യുന്ന ജോലിയാണെങ്കിൽ എനിക്ക് ശമ്പളം വാങ്ങാം. ഞാൻ ചെയ്യുന്ന ഖിദ്മത്താണ്, അവര് തരുന്നത് ഗിഫ്റ്റാണ്. ഞാൻ ചെയ്യുന്നത് ഖിദ്മത്താണ്, എനിക്ക് തരുന്നത് സംഭാവനയാണ്, ഗിഫ്റ്റാണ്.
അല്ലാതെ ഞാൻ ചെയ്യുന്ന ജോലിയാണെങ്കിൽ എനിക്ക് ശമ്പളം വാങ്ങാം. സഹോദരങ്ങളെ, ദീനി ഖിദ്മത്തിന് അവരുടെ വീട് കുടുംബം കഴിയണം. ആ കുടുംബത്തിന് കഴിയാൻ വേണ്ടിയിട്ട് ഒരു സഹായം പള്ളിയുടെ ആളുകളൊക്കെ നൽകുമ്പോ, അല്ലെങ്കിൽ കമ്മിറ്റി നൽകുമ്പോ, അത് അള്ളാഹു വേറെ പള്ളിയിൽ നിങ്ങൾക്ക് തരും. അള്ളാന്റെ ദീനല്ലേ ഇത്? ഏതെങ്കിലും ഒരു പള്ളിയിൽ നമ്മൾ പിടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അധികം ആളുകളും പല കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ട് പള്ളി ഇമാമിയങ്ങൾക്കും മദ്രസാധ്യാപകർക്കുമെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നടത്തുക. എന്നാൽ മറിച്ച് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചില ഞരമ്പ് രോഗികളായി ഈ വേഷം ധരിച്ചിട്ട് കടന്നുകൂടിയിട്ട് മദ്രസയിൽ അള്ളാഹുവിനെ പറ്റിയും പ്രവാചകനെ പറ്റിയും മതം പഠിക്കാൻ വേണ്ടി വരുന്ന മക്കളെ വളരെ മോശമായ നിലയിൽ സമീപിക്കുന്ന അധ്യാപകരും ഉണ്ട് എന്ന് തെളിയപ്പെട്ടിട്ടുണ്ട്. അവർക്കൊന്നും ഇതിന് അവകാശം, അവർക്കൊന്നും ഇതിനുള്ള അനുവാദം കൊടുക്കാതെ ഈ പള്ളിയും പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന മേഖലകളും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന മദ്രസാധ്യാപനങ്ങളൊന്നും അവരെ അനുവദിക്കാതെ പണിയെടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് വേറെന്തെങ്കിലും പണിക്ക് വേണ്ടി മാറ്റി സമൂഹത്തെ രക്ഷപ്പെടുത്തലാണ് നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം. പക്ഷെ എല്ലാം അങ്ങോട്ട് നമ്മൾ വിഴുങ്ങരുത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ റൂമുകളിലും, നമ്മുടെ റൂമുകൾ എന്ന് പറഞ്ഞാൽ മദ്രസകളിലൊക്കെ ക്യാമറകൾ തന്നെ വെക്കണം. അപ്പൊ നമുക്ക് കൂടുതൽ നമുക്കതിന് സുഗമമാക്കാൻ കഴിയും. റൂമിലല്ല, ഉസ്താദിന്റെ ബാത്റൂമിൽ വെക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. മദ്രസ ഹാളില്, നമ്മുടെ മദ്രസകളിൽ ക്ലാസ് റൂമുകളിൽ ഒരു ക്യാമറ അങ്ങോട്ട് വെച്ചു കൊടുക്കണം. എന്തിനാണ്? ആ ക്യാമറ വെച്ചു കൊടുത്താൽ ഉസ്താദ് എങ്ങനെയാ കുട്ടികളോട് സമീപിച്ചത് എന്ന് കൃത്യമായിട്ട് പിന്നീട് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. പാവപ്പെട്ട ഉലമാക്കളെ സമൂഹത്തിന്റെ മുമ്പിൽ ഇവിടത്തെ കുറെ ആളുകൾ, ആ ആളുകൾ ഇങ്ങനെ ഉലമാക്കൾക്കെതിരെ, അവർക്ക് മദ്രസാധ്യാപകർ എങ്ങനെയാണോ, പൂജാരിമാർ എങ്ങനെയാണോ, പള്ളിയിലെ പാസ്റ്റർമാർ എങ്ങനെയാണോ, നാട്ടിലെ സാധാരണക്കാർ അവർ ചെയ്യുന്ന പ്രവൃത്തി ഏതെങ്കിലും ഉലമാക്കൾ അല്ലെങ്കിൽ മദ്രസാധ്യാപകർ ചെയ്യുമ്പോൾ ആ അധ്യാപകർ ചെയ്യുന്ന പ്രവൃത്തിയെ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് വെള്ളപൂശുകയല്ല. പൂജാരിമാർ ചെയ്യുന്നത് പോലെയും പാസ്റ്റർമാർ ചെയ്യുന്നത് പോലെയും സാധാരണക്കാർ ചെയ്യുന്നത് പോലെ അല്ല ആലിമീങ്ങൾ ചെയ്യുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ചില വിഷയങ്ങളെ, ചിലരുടെ കാര്യങ്ങൾ മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും അവരുടെ തൊഴിലുകൾ കൊടുക്കുമ്പോ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇപ്പൊ നമ്മൾ ഗൾഫുകാരുടെ ഏതെങ്കിലും ഭാര്യമാരുടെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ മോശമായ കമന്റുകൾ വന്നാൽ പറയുന്നത് എന്താ? ഗൾഫുകാരന്റെ ഭാര്യ. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? എവിടെ കൊടുക്കുന്നത്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഡോക്ടറുടെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. കൂലിവേലക്കാരന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നവന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാസികളൊക്കെ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനെ ഓരോ മതപ്രഭാഷകൻ അറസ്റ്റിൽ. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? അയാൾക്ക് വേറെ എന്തെല്ലാം ഡ്യൂട്ടിയുണ്ട്. അപ്പൊ ഒരു സമൂഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, വെള്ളപൂശുകയല്ല. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോഴും പൊതുസമൂഹം ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെ കൃത്യമായി മദ്രസകളിൽ നിന്ന് അകലം പാലിച്ച് ഏതെങ്കിലും തൂമ്പയും മൺവെട്ടിയും മൺകോരിയും എടുത്തിട്ട് പാടത്ത് കിളയ്ക്കാൻ വിടുകയാ ചെയ്യേണ്ടത്. അവർക്ക് മദ്രസാധ്യാപനം ചേർന്നതല്ല. അപ്പോഴും എല്ലാ പോക്സോ കേസുകളിലും അടയ്ക്കപ്പെട്ട, പിടിക്കപ്പെട്ട ഉലമാക്കൾ എല്ലാവരും ആ തെറ്റിലാണ് എന്ന് കരുതി പോകരുത്. നഷ്ടപ്പെടുന്ന 2-3 വർഷം കഴിഞ്ഞ് നിരപരാധിത്വം തെളിയിക്കപ്പെടുമ്പോഴും അവർക്കും കുടുംബമുണ്ട്, അവർക്ക് മക്കളുണ്ട്, പെൺമക്കളുണ്ട്. അവരുടെ മുന്നിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, പഠിച്ച സ്ഥാപനത്തിലൊന്ന് പോകാൻ കഴിയാതെ, ആഹാരം കൊടുത്ത സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർ, നിരപരാധികൾ ഇന്നും കേരളത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും, കണക്കുകൾ നിരത്തിയിട്ട്. അതുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ കാണേണ്ട രീതിയിൽ തന്നെ കാണുക. അല്ലാതെ എല്ലാം ഒരേ കണ്ണുകൊണ്ട് നമ്മൾ കാണരുത്, അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ ചായക്കട ഇരിക്കുമ്പോഴാണ് മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ, ഒരൊറ്റ നെക്ക പിടിച്ചിട്ട് 5000 പേർക്ക് എത്തി. അപ്പോഴാണ് പിറ്റേ ദിവസം അറിയുന്നു, അല്ലാ അത് പാവം നിരപരാധിയായിരുന്നു. ഈ നെക്കിന് പിടിച്ച് തിരിച്ചു നിൽക്കാൻ പറ്റുമോ? 5000 പേരെടുത്ത് എന്നിട്ട് മാപ്പ് ഞാൻ ചെയ്തത് ചുമ്മാണ്, വെറുതെ ആണ്, അറിയാതെയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ഓരോ വിരലുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ജാഗ്രത ചെയ്യേണ്ടത്. ആ സമയത്ത് ഇതിൽ നെക്കിക്കൊണ്ടിരിക്കാതെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, വാഖിദ് ബില്ലാഹി നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ വിരൽ സാക്ഷി നിൽക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ സമയം അവസാനിക്കുന്നു. ഞാൻ പറയുന്നു, മലായിക്കത്തുകൾ സാക്ഷിയാണ്. അതുകൊണ്ട് മലക്കുകളെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയണം. വിശിഷ്യ അസറും സുബഹിയും വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ നോക്കണം. അതുപോലെ രണ്ടാമതായി അള്ളാഹുവിന്റെ ഭൂമി സാക്ഷിയാണ്. ആ ഭൂമി സാക്ഷിയാകുന്ന സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തേത് ഓരോ സമയവുമാണ്. ആ സമയങ്ങൾ നാളെ സാക്ഷിയാണ്. അതുകൊണ്ട് സമയങ്ങളിൽ ചെയ്യേണ്ട അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നാലാമത്തേത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ആ അവയവങ്ങൾ, എന്തൊക്കെ അവയവങ്ങൾ കൊണ്ട് നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ നന്മകൾ കൃത്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിൽ നമ്മുടെ ജീവിതത്തിന്റെ കർമ്മ പുസ്തകമാണ്, ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകമാണ്, കുറ്റപത്രമാണ്. അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് സാക്ഷിയാണ്. അഞ്ചാമത്തെ സാക്ഷി, ലോകത്തിന്റെ മുമ്പിൽ പരസ്യമായിട്ട് നമ്മുടെ തിന്മകളും നന്മകളും വിളിച്ചു പറയേണ്ടി വരും. ആ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വലത് കൈയിലും ഇടത് കൈയിലെ കിതാബ് ലഭിക്കുന്നവരുണ്ട്. എങ്ങനാണെന്നറിയോ? അള്ളാഹുവിന്റെ കോടതിയില് മലായിക്കത്തുകളുടെ സാന്നിധ്യത്തിൽ ജീവിതത്തിന്റെ കുറ്റപത്രം, എന്റെ കുറ്റപത്രം റഖീബ് അതീദ് രേഖപ്പെടുത്തിയതുമായ ഖൗലിന് ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്ന് പറയുന്ന മാലാഖമാർ എഴുതിയത്, ഞാൻ കണ്ടത്, ഞാൻ മിണ്ടിയത്, ഞാൻ കേട്ടത്, ഞാൻ ശ്വസിച്ചത്, ഞാൻ പിടിച്ചത്, ഞാൻ നടന്നത്, ഞാൻ കഴിച്ചത്, ഞാൻ കുടിച്ചത്, ഞാൻ ചിന്തിച്ചത്, ഇതെല്ലാം രേഖപ്പെടുത്തി അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ തരുന്ന കുറ്റപത്രമുണ്ടല്ലോ, വലത് കൈയിലേക്ക് വാങ്ങുന്നത് എങ്ങനെയെന്നറിയോ? അള്ളാന്റെ കോടതിയിൽ വിളിക്കുകയാണ്. അബ്ദുൽ അസീസിന്റെ മകൻ നവാസ് എവിടെയെന്ന് ചോദിക്കുമ്പോ കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോവുകയാ. ആ സമയത്ത് എനിക്കറിയാം ഖബർ മുതൽ എന്താ സംഭവിച്ചത്. അള്ളാഹുവിന് വേണ്ടി സുഹൃതം ചെയ്തവനാണ് ഞാൻ. അതിനകത്ത് എന്താ ഉള്ളതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ആരും അറിയാതെ ഞാൻ ചെയ്ത അമലുകൾ എന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല, എന്റെ പൊന്നുമക്കൾ അറിഞ്ഞിട്ടില്ല. എന്റെ ആരും അറിയാത്ത നന്മകൾ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാനുള്ള ആഗ്രഹത്തോടെ, കൊതിയോടെ, ആ വല്ലാത്ത ഉത്സാഹത്തോടെ ഞാൻ ഓടി ചെല്ലുന്നു. എന്നിട്ട് എന്റെ വലത് കൈ നീട്ടിയിട്ട് ആ ഗ്രന്ഥം വാങ്ങുകയാ. അങ്ങനെയാണ് വലത് കൈയിൽ കിതാബ് കിട്ടുന്നത്. അമ്മാമന് ഊട്ടിയ കിതാബഹു ബിയമീനിഹി, അവന് പറ്റുന്ന വലത് കൈയിലാണ്. അവന്റെ പേര് അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാരൻ എന്നാണ്. കേരള രാഷ്ട്രീയത്തിന്റെ വലതല്ല, വലതുപക്ഷക്കാരൻ അസ്ഹാബുൽ മൈമന. ഇനി എങ്ങനെയാണ് ഇടത് കൈയിൽ കിട്ടുക? മരണത്തോടുകൂടി അറിയാം എന്റെ അവസ്ഥ എന്താണ്, എന്റെ അവസ്ഥ എന്താണ്. എന്റെ കയ്യിൽ കിതാബ് കിട്ടിയാലല്ലേ ഞാൻ വായിക്കേണ്ടി വരിക. അതുകൊണ്ട് ഞാൻ വാങ്ങൂല. പിറകിൽ കൈയും കെട്ടിയവന് നിൽക്കുകയാ. വിളിക്കുന്നു, വാടാ. ഇല്ല, ഞാൻ വാങ്ങൂല. വാങ്ങിയാ വായിക്കണം. വായിച്ചാൽ നമ്മൾ ബഹുമാനിക്കുന്ന പലരും പിന്നെ പോടാന്ന് പറയും. നമ്മളെ സ്നേഹിച്ചവര് പോടാ എന്ന് പറയും. അതുകൊണ്ട് വാങ്ങാതെ ഞാൻ ഇങ്ങനെ കൈ പിറകിൽ കെട്ടി മാറി നിൽക്കുകയാണ്. മലക്കുകൾക്ക് അടുത്ത ഡ്യൂട്ടി ചെയ്യണ്ടേ, അടുത്ത ആളിനെ വിളിച്ചിട്ട് കൊടുക്കണ്ടേ. അവര് വന്നിട്ട് പിറകിലൂടെ അവന്റെ ഇടത് കൈയിൽ വെച്ച് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞു, അമ്മാമന് ഊട്ടിയ കിതാബഹു ബിശിമാലി. ഇടത് കൈയിൽ കിതാബ് വാങ്ങുന്നവര്, അവരുടെ പേര് അസ്ഹാബു ശിമാൽ, ഇടതുപക്ഷക്കാരനാണെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെയാണ് ഇടത് കയ്യിൽ കിതാബ് കിട്ടുക. അവൻ പറയും, വായിക്ക്, ഉറക്കെ വായിക്കണം, ഉറക്കെ വായിക്കണം. ആ സമയത്ത് തിന്മകൾ എന്തുണ്ടെങ്കിലും, കോടിക്കണക്കിന് തിന്മ, കടലിന്റെ നുരയേക്കാൾ തിന്മയുണ്ടെങ്കിലും ആ തിന്മകൾ ഉറക്കെ വായിക്കാതെ അവനത് മടക്കി സ്വന്തം വായിച്ചു നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യും. ഒറ്റ കാര്യം. അതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് മദ്രസാധ്യാപകരിലേക്ക് കയറിയിട്ട് തിരിച്ചു വന്നത്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇന്ന് മുതൽ ചെയ്തോ, ചെയ്യാൻ പറ്റുമെങ്കിലും. ചില ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ സത്തറ മുസ്ലിമൻ സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ഒറ്റ കാര്യം. എന്തെങ്കിലും ഒരാളിൽ നിന്ന് കണ്ടാൽ വേറെ ഒരാളോട് നമ്മൾ പറയാതിരിക്കുക. നമ്മൾ ഒരാളൊരു തെറ്റ് കണ്ടു, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരുത്തൻ എന്തോ ഒരു തെറ്റ് ചെയ്തു, നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു. നമ്മൾ എന്താ ചെയ്യുന്നത്? പരമാവധി എത്ര ഫ്ലക്സ് അടിക്കാൻ പറ്റും, എത്ര പോസ്റ്റർ അടിക്കാൻ പറ്റും, എത്ര പേർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ. എന്നാലും സമാധാനം. ചിലർക്ക് ഈ JCBയുടെ പല്ല് കൊണ്ട് മാന്തി കൊടുത്താൽ ഈ നാക്കിന്റെ കടി മാറൂല.
ആരോട് പറഞ്ഞാലും അതിന്റെ കൊതി തീരൂല. നിങ്ങളൊരു കാര്യം ചെയ്, ബാത്റൂമിൽ കയറ്, എന്നിട്ട് അങ്ങോട്ട് സ്പീഡിന് അങ്ങോട്ട് ടാപ്പ് തുറന്നു വെക്ക്, വെള്ളം വീഴും, എന്നിട്ട് ഉറക്കെ പറ. ആരും കേൾക്കൂല, നിങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ ഖുബസ് ഖബായിസും കേൾക്കും, വേറെ ആരും കേൾക്കൂല. ഈ ബാത്റൂമിനകത്ത് ഖുബസ് ഖബായിസ് എന്ന ദമ്പതിമാരുണ്ട്, കപ്പിൾസ്, അവർ മാത്രമേ കേൾക്കുള്ളൂ. ആ ഫാമിലി മാത്രമേ കേൾക്കുള്ളൂ, വേറെ ആരും കേൾക്കൂല. സമാധാനം വരും, കൽബിനൊരു ആശ വരും. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെണ്ണും പിള്ളേരോട് പറയാൻ പാടില്ല. ഈ കിടക്കാൻ നേരത്ത് പിന്നെ അവൾ ചോദിക്കും, എന്താ, ഒന്നുമില്ല, എന്നിട്ട് ഉറക്കം വരൂല. ഈ കാര്യം അവളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരൂല. കുറെ നേരം കഴിഞ്ഞ് അവളെ കണ്ണിൽ ഉറക്കം പിടിക്കും, നമുക്കിത് ഉറക്കം വരുന്നില്ല. നമ്മൾ പറയും, പിന്നെ നീ ഉറങ്ങിയാ? ഇല്ല, എന്താ പറ. നമ്മൾ അറിയാതെ ആ സമയത്ത് അരമയക്കത്തിലെങ്ങാനും ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അവൾ അന്ന് ഉറങ്ങാൻ പെടുന്ന പാടുണ്ടല്ലോ. ഉറങ്ങി എണീച്ച് രാവിലെ സ്കൂളില് മക്കളെ വിടാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുമ്പോ അവിടെ കൂടുതൽ 5-8 പെണ്ണുങ്ങളുണ്ട്, അവർക്ക് കൈമാറും. അവർക്ക് ആകെ പറ്റുന്നതാണല്ലോ. അവർ 5 പേര് 5 വീടുകളിലേക്ക് പോയി 5 ഭർത്താക്കന്മാർക്കും കൈമാറും. ഈ 5 ഭർത്താക്കന്മാരും 5 സ്ഥലത്തേക്കാ പോകുന്നത്, അവിടെയും കൈമാറി. അങ്ങനെ ഇങ്ങോട്ട് സ്പ്രെഡായി ഇങ്ങനെ ലോകം മൊത്തം പരന്നു പോകും. ഈ മനുഷ്യൻ നാറി സമൂഹത്തിന്റെ മുമ്പിൽ അവൻ ഒന്നും അല്ലാത്തൊരവസ്ഥയാകും. അല്ല യവന് കൊടുക്കുന്ന, ആദ്യം ഇത് കണ്ടവന് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? അള്ളാഹു, ഞാൻ എന്റെ പെണ്ണുമ്പിള്ള അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മതിയടാ നിന്റെ പെണ്ണുമ്പിള്ള എത്രയോ പോസ്റ്റർ അടിച്ചൊട്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാളോടും, പ്രത്യേകിച്ച് ഭാര്യമാരോട് ഈ വിഷയം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല. അങ്ങനെ പറയാതിരുന്ന അല്ല നമുക്ക് തരുന്ന സമ്മാനം എന്താണെന്നറിയോ? നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും, ഇത് ഞാൻ തെറ്റ് ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്നതല്ല, തെറ്റ് ചെയ്തു പോയാലും നാളെ ഒരാളുടെ മുമ്പിലും ഉറക്കെ വായിക്കേണ്ടി വരില്ല. മൻ സത്തറ മുസ്ലിമൻ സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ഒരാളുടെ ന്യൂനത നമ്മൾ പുറത്തു കാണിക്കാതിരുന്നാൽ നമ്മുടെ ന്യൂനത അല്ലാഹു തആല പുറത്തു കാണിക്കും. ഇന്ന് അറിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ നമ്മളൊരു തെറ്ററിഞ്ഞു, ഒരാളുടെ തെറ്ററിഞ്ഞു, അയാൾ അയാൾ കള്ളു കുടിയാനാണ്. എന്താ സംഭവിക്കുക? അയാൾക്ക് മാവേലി സ്റ്റോറിൽ നിന്ന് സാധനം കൊടുക്കൂലേ? അയാൾക്ക് റേഷൻ കടയിൽ നിന്ന് സാധനം കൊടുക്കൂലേ? അയാൾക്ക് ടെക്സ്റ്റൈൽസിന് തുണി കൊടുക്കൂലേ? അയാൾ മരിച്ച കബറടക്കൂലേ? അയാൾ മരിച്ച പള്ളിയിലെ ഉസ്താദ് വരൂലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താ അയാൾക്കൂടെ സംഭവിക്കാൻ പോകുന്നത്? കുറെ ആളുകൾ പറയും, മറ്റവനാ പോകുന്നത്. ഈ പറയുന്ന ആരാ? തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. ഈ പറയുന്നവന്മാരെല്ലാം വലിയ മഹാന്മാരാണോ? അപ്പൊ ആരാ ഈ ലോകത്ത് നല്ലതുള്ളത്? ഒരുത്തനുമില്ല, എല്ലാം ഇത് ചെയ്യുന്നവന്മാര് തന്നെ. അപ്പൊ എന്താ സംഭവിക്കുക? നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിനക്ക് ഒന്നും സംഭവിക്കാനില്ല. മറിച്ച് ഇത് പറഞ്ഞു പരത്തിയവന് കിട്ടുന്ന എന്താണെന്നറിയോ? നാളെ പരലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ നിൽക്കുമ്പോ അവൻ ജീവിതത്തിൽ ചെയ്ത A to Z വിളിച്ചു പറയേണ്ടി വരും. അതുകൊണ്ട് എഴുതി വെച്ച് പഠിച്ചോ. എന്തെങ്കിലും ഒരാളെന്ന് കേട്ടോ, അങ്ങ് വിഴുങ്ങിയേക്കണം. ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യരുത്. ഇത് അള്ളാന്റെ റസൂൽ സുന്നത്താക്കിയ ഹദീസ് ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തതാ. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എന്താ? കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ആരും അറിയാതെ, ഭാര്യമാരറിയാതെ ചെയ്യുന്ന തെറ്റുകളില്ലേ? ഭാര്യ അറിയാതെ ചെയ്യുന്ന എത്ര തെറ്റുണ്ട് ഭർത്താക്കന്മാരെ അറിയാതെ ഭാര്യമാർ ചെയ്യുന്ന എത്ര തെറ്റുകളുണ്ട്? മക്കളറിയാതെ നമ്മൾ ചെയ്യുന്ന എത്ര തെറ്റുണ്ട്? ഇതൊന്നും നമ്മൾ ആരും, അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുത്തില്ല. അള്ളാഹു എന്താ എല്ലാം മറച്ചു വെച്ചു. അവസാന നാൾ ആഖിറത്തിൽ മക്കളെ മുമ്പിൽ, മക്കളെ കെട്ടിയവരുടെ മുമ്പിൽ, മക്കളെ കെട്ടിച്ചു വിട്ട വീട്ടുകാരുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയാണ്, ഞാൻ ഇന്ന തീയതിയിൽ ഇന്ന തെറ്റ് ചെയ്തു, ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നീ ആരെപ്പറ്റി എന്തറിഞ്ഞാലും ഒരാളോടും പറയാതിരിക്കുക. അപ്പൊ അള്ള ചെയ്യുന്ന എന്താണെന്നറിയോ? ഒരു തള്ളപ്പക്ഷി ഒരു കുഞ്ഞു പക്ഷിയെ തന്റെ ചിറകിനടിയിൽ ഒളിപ്പിക്കും പോലെ നിന്നിലേക്ക് അല്ലാഹു വന്ന്, അല്ലാഹു നിന്നെ അല്ലാഹുവിലേക്ക് അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് നിന്റെ കുറ്റപത്രത്തിലേക്ക് നോക്കുമ്പോൾ അല്ലാഹു വന്നിട്ട് ചോദിക്കുകയാ, എന്താ നീ പ്രതീക്ഷിക്കുന്നത്? ആ സമയത്ത് നമ്മൾ പറയും, അല്ലാ പെട്ടു റബ്ബേ പെട്ടു, ഞാൻ എങ്ങനെ അല്ലാ ഇത് വായിക്കുന്നത്? ആ സമയത്ത് അല്ലാഹു പതുക്കെ നമ്മുടെ കാതില് കിന്നാരം പറയാ, ഞാൻ സത്തർതുഹാ ഫി ദുനിയ, ദുനിയാവിൽ ഞാനിതിനെ മറച്ചു വെച്ചല്ലോ, ആരും അറിയാതെ. ഇന്ന് ഞാനിതാ മറച്ചു വെച്ചിരിക്കുകയാണ്, നീ വായിക്കണ്ട. ഇന്ന് നീ ആരുടെ മുമ്പിലും ഇത് തുറന്നു പറയണ്ട. ഇത് പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മനസ്സത്തറ മുസ്ലിമന സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ആരെപ്പറ്റി എന്തറിഞ്ഞാലും ഒരാളോടും പറയല്ലേ. എന്നാ നമുക്ക് നാളെ നമ്മുടെ
ന്യൂനതകള് മറച്ചു വെക്കപ്പെടുമെന്ന് മഹാനായ നബിയുൽ സഖലൈൻ ഇമാമുൽ മുത്തഖി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.